ശ്രീ വസീഫ്, അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ചർച്ച പോവുകയാണ്. അവിടെ പി വി അൻവറിനെ മാത്രം ചുറ്റിപ്പറ്റി നടക്കുന്ന ചർച്ചകൾ അത് ആശാസ്യമായിരുന്നില്ല. പക്ഷേ ആ ചർച്ച വഴിമാറുന്നത് ഇത്തരത്തിൽ മലപ്പുറത്തെ കള്ളക്കടത്ത് കേന്ദ്രമൊക്കെ മുഖ്യമന്ത്രി ശ്രമിച്ചോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ചർച്ച മാറുന്നത് ഗുണകരമാണോ ശ്രീ വസീഫ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്മി, ഞങ്ങൾ തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാഷ്ട്രീയമായിട്ടാണ് എന്ന് പറഞ്ഞു തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ഒരു മഴവിൽ സഖ്യത്തെ തന്നെയാണ്. അതിൽ SDPI, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോയ MLA, ഇവർക്ക് കൂട്ടാൻ പറ്റുന്ന RSSൻ്റെയും BJPയുടെയും വോട്ടുകൾ, ഇതിനെയെല്ലാം ഒരുമിച്ച് എതിരിടേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത്. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂരിൻ്റെ വികസനം കഴിഞ്ഞ 9 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ഒരു MLA ഇവിടെ ഉണ്ടായിരുന്നു. ആ MLAയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഏകദേശം 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള സ്കൂളുകൾ 23ഓളം സ്കൂളുകൾ 43 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടാണ് അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നത്. സ്കൂളുകളുടെ റോഡുകളാണെങ്കിൽ BMBC നിലവാരത്തിലേക്ക് ഏകദേശം 80% റോഡുകളെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. ഇവിടെയുള്ള പാലങ്ങൾ, റോഡുകൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള ഗ്രൗണ്ട് എല്ലാം മികച്ചതാക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ വികസന പദ്ധതി ഇവിടേക്ക് പ്രഖ്യാപിച്ച് ഇവിടെ അത് നടപ്പിലാക്കി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആര്യാടൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു വികസന മുരടിപ്പ് ഈ നാട് അനുഭവിച്ചതാണ്. അതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് തന്നെയാണ്, അതിനെല്ലാം മറന്നുകൊണ്ടാണ് ഈ ജനം ഇടതുപക്ഷത്തെ സ്വീകരിക്കുന്നത്. ആ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഒരു MLA ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. വികസന കാര്യങ്ങൾ ചർച്ചയാവണമെന്ന് നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ആഗ്രഹിക്കും. നമ്മൾ പാലക്കാട് ആഗ്രഹിക്കും. എല്ലാ തെരഞ്ഞെടുപ്പിലും വികസന കാര്യങ്ങൾ ചർച്ചയാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൗർഭാഗ്യവശാൽ പിന്നീട് ഉണ്ടാകുന്ന ചർച്ചകൾ എന്തൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാലക്കാടൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന ചർച്ചകളിൽ നിന്ന് നിങ്ങൾക്ക് വികസനം മാത്രം പറഞ്ഞ് മാറി നിൽക്കാനും കഴിയില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ തീരുമാനിച്ചുറപ്പിച്ച തീരുമാനമാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഈ പറഞ്ഞ മലപ്പുറം പരാമർശവും ഹിന്ദു പത്രത്തിൽ വരുന്ന ഇൻ്റർവ്യൂവും അതിൽ PR ഏജൻസി അക്കാര്യങ്ങളൊക്കെ പിന്നെയും വീണ്ടും ചർച്ചയാക്കേണ്ടി വരികയാണ് അവിടെ. വസീഫ്, അല്ല ഞങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യാൻ ഞങ്ങളും തയ്യാറാണ്. അതിനൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മടിയില്ല ആശ്മി. ഞങ്ങൾ ഈ മലപ്പുറം ജില്ല 1969 EMS മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തവരും അത് രൂപീകരിച്ചവരുമാണ് കേരളത്തിലെ CPIM-ഉം അതിൻ്റെ നേതൃത്വവുമെല്ലാം. അന്ന് കുട്ടി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഈ തീരുമാനത്തിനെതിരെ സമരവും പ്രക്ഷോഭവുമായി വന്നത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ അച്ഛനും അവരുടെ പാർട്ടി കോൺഗ്രസുമായിരുന്നു. ഇതൊരു മിനി പാകിസ്ഥാനാണ് എന്ന് മലപ്പുറത്തെ പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്നത് ആരാ? അത് അന്നത്തത് പോകട്ടെ. ഇവിടെ ഇവരുടെ സാക്ഷാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്ന സമയത്ത് പച്ചക്കൊടി നിങ്ങൾ കെട്ടരുത്, അത് അരയിൽ തീരിക്കോളൂ എന്ന് പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത് പച്ചക്കൊടി പോലും ഉപയോഗിക്കാൻ പറ്റാതെ ആക്ഷേപിച്ചത് എന്തിനു വേണ്ടിയാണ്? വണ്ടൂരിലെ പരിപാടി, ഈ വയനാട് മണ്ഡലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും വയനാട് ജില്ലയും കൂടി ഉൾപ്പെടുന്നതാണ്. അതിൽ കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ് തിരുവമ്പാടി. ആ തിരുവമ്പാടിയിലെ പരിപാടിക്ക് കോഴിക്കോട് ജില്ലയിലെ പര്യടനം, കൺവെൻഷൻ പരിപാടി എന്നൊക്കെയാണ് കൊടുക്കുന്നത്. എന്നാൽ മലപ്പുറത്തത് മലപ്പുറം എന്നുള്ള പേര് കൊടുത്തില്ല, ഇവർ വണ്ടൂരിൽ എന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ മലപ്പുറത്തിൻ്റെ പേര് പോലും പുറത്തെത്താത്ത തരത്തിലേക്കുള്ള ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത ഇവർ കാണിക്കുക. പച്ചയെയും മലപ്പുറത്തെയും മുസ്ലിം വിഭാഗത്തെയും എല്ലാം ഫ്രണ്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് ഇവരാഗ്രഹിക്കുക. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അതൊക്കെ അംഗീകരിച്ചും സഹിച്ചും പുറത്തും എങ്ങനെയെങ്കിലും അധികാരവും രാഷ്ട്രീയ നേട്ടവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകണമെന്ന് കരുതി ഇവരുടെ നേതൃത്വം ഇരിക്കുക. അവരുടെ അണികൾക്ക് അതിലൊന്നും താല്പര്യമില്ല. ഇവിടെയുള്ള സ്ഥാനാർത്ഥി തന്നെ നോക്കൂ നിങ്ങൾ, പാണക്കാട്ടേക്ക് പോലീസിനെ വിടണം എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ എന്തൊക്കെ ഞങ്ങൾക്കെതിരെ ആക്ഷേപം പാണക്കാട്ടെ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വമായി നിൽക്കുന്നവർ എല്ലാം ഉന്നയിച്ചിട്ടുണ്ട്? ഞങ്ങളെ ആക്ഷേപിക്കാറുണ്ട്, ഞങ്ങളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിക്കാറുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും ഒക്കെ ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും ആശ്മിക്ക് പറയേണ്ടി വന്നിട്ടുണ്ടോ? പാണക്കാട്ടെ കുടുംബത്തിനെ അധിക്ഷേപിച്ച് ആ വീട്ടിലേക്ക് പോലീസിനെ പറഞ്ഞു വിട്ട് അവിടെ റെയ്ഡ് നടത്തി പിടിച്ചു കൊണ്ടുവരണം, വലിയ കള്ളന്മാരിരിക്കുന്നത് അവിടെയാണ് എന്ന തരത്തിലേക്ക് ഞങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP, ആ ET മുഹമ്മദ് ബഷീർ MP-യെ ലക്ഷണമൊത്ത വർഗീയവാദി എന്ന് വിളിച്ചത് ആരാ? ഞങ്ങളാണോ? ഈ സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ഈ മത സംഘടനാ നേതൃത്വത്തെയും ഒക്കെ എറിഞ്ഞുകൊടുത്തത് കോൺഗ്രസ് ആണ് ഈ ജില്ലക്കകത്ത്. അത് കേരളത്തിലുടനീളം ചർച്ച ചെയ്തിട്ടില്ലേ?
ഒരു സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥിയുടെ പിതാവും ആ പിതാവിൻ്റെ മഹിമയും ഒക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുകയാണല്ലോ ഇവർ. ആ സമയത്ത് എന്നാൽ ഇത് ചർച്ച ചെയ്യണ്ടേ? ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞതും മുഖ്യമന്ത്രി ഇടപെട്ടതുമൊക്കെ ഈ നാടിനറിയാം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഈ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കും ഒന്നും ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടാകില്ല. അദ്ദേഹം മതനിരപേക്ഷതയുടെ ലക്ഷണമൊത്ത ഉദാഹരണമാണ് എന്ന്. ഏത് വിഷയത്തിലാണ് നിലപാടെടുക്കാതിരുന്നത്? രാജ്യത്തെ സംഘപരിവാരത്തിൻ്റെ തിട്ടൂരമിറങ്ങുന്ന ഓരോ ഘട്ടത്തിലും NIA രാജ്യത്ത് ഈ NRC നിയമങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് അതിനെതിരെ പ്രമേയം പാസാക്കിയ സഭയല്ലേ നമ്മുടെ സഭ? അതിന് നേതൃത്വം കൊടുത്ത ആളല്ലേ മുഖ്യമന്ത്രി? ഈ കേരളത്തിൽ ഉടനീളം പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച് അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞതല്ലേ, ഒരാളും മതത്തിൻ്റെ പേരിൽ ഈ കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യനെ പോലും അകറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല, അത് ഈ കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. പിണറായി വിജയനെ ന്യൂനപക്ഷ വിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കാൻ ഇവർ ശ്രമിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ രേഖകളുണ്ട്, തെളിവുകളുണ്ട്, വീഡിയോകളുണ്ട്. ആരുടേത്? ഈ ആര്യാടന്റെയും ആര്യാടന്റെ മകന്റെയും ഒക്കെ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താൽ അതൊക്കെ ചിലപ്പോൾ നേതൃത്വം മറക്കുമായിരിക്കും. എന്നാൽ ഇവരുടെ മുസ്ലിം ലീഗിന്റെയും മറ്റും പ്രവർത്തകർ, ഇതിൽ വിശ്വസിക്കുന്നവർ, ഈ അവരുടെ ഈ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ആചാരങ്ങളെ പോലും വളരെ രൂക്ഷമായി അധിക്ഷേപിക്കുന്ന ഈ കോൺഗ്രസിനെ അവർ അംഗീകരിക്കുമോ?